Hello, this is Anaya Lakshmi and welcome to my YouTube channel. എൻ്റെ ഫേസ്റ്റ് വ്ലോഗാണ്. ചുമ്മാ ഫ്രണ്ട്സായിട്ട് വെറുതെ ബോറടിച്ചിരുന്നൊരു ദിവസം മൂന്നാറിലേക്ക്. ഇത് ഇപ്പോഴത്തെ വ്ളോഗൊന്നും അല്ല കേട്ടോ, ഒരു 1.5 മാസം മുൻപേ എന്തോ എടുത്തതാണ്. 1.5 മാസമൊന്നുമല്ല, സമ്മർ ടൈമിൽ എടുത്തതാണ്. അത്രയും ചൂടത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാറിൽ ഒരു ക്യാമ്പിംഗ് സൈറ്റ് പോയിട്ടുണ്ടായിരുന്നു, ടോപ്പ് സ്റ്റേഷനിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ എപ്പോഴെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇത് വന്നേ. അങ്ങനെ പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയും നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതും ഒക്കെ എനിക്ക് അറിഞ്ഞൂടെ വ്ളോഗ് എങ്ങനെ എടുക്കുകയെന്ന്. ഞാൻ ചുമ്മാ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ വീഡിയോസിലൊക്കെ ഒഴിച്ചുകൂടാതെ കാണിക്കേണ്ട ഒരു ഷോട്ട് ഞാൻ ചുമ്മാ കാണിക്കുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. അയ്യോ, ഇവിടെ വന്നൊരു പ്രശ്നം അതാണ്, വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാനേ തോന്നില്ല. നമ്മുടെ അവിടെ സമ്മറിൽ ഇത്രയും ഡ്രൈ ആയി കിടക്കുമ്പോൾ ഇത്രയും ഒരു പച്ചപ്പും ഹരിതാപയും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സ്ഥലത്ത് റീച്ചായി. നമ്മുടെ ലഗേജൊക്കെ മുകളിൽ വെച്ചിട്ട് താഴത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഒരു 400-500 മീറ്റേഴ്സ് എന്തോ നമുക്ക് നടന്നു പോകണം ഈ സൈറ്റിലേക്ക്. ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ മലകളുണ്ടല്ലോ, ഇത് മീശപ്പുലിമലയും അതുപോലെ കൊളുക്കുമലയൊക്കെയാണ് കേട്ടോ. ഇവിടെ അവർ പറയുന്നുണ്ടായിരുന്നു മോർണിംഗ് നീച്ച ആ ചാർലി സിനിമയിൽ പോലെ മഞ്ഞ് വീണത് കാണാൻ പറ്റും നമ്മുടെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. നമുക്ക് നോക്കാം. അത്യാവശ്യം കൂടുതൽ തന്നെ നടക്കാനുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെയാണല്ലോ ക്യാമ്പിംഗ് സൈറ്റിൽ പോയി താമസിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്. പിന്നെ നല്ല വ്യൂ ആണ്, അതൊന്നും പറയാതിരിക്കാനേ പറ്റില്ല. ആൻഡ് ഓൾസോ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഐ തിങ്ക് ഒരു 5:30-6 വരെയൊക്കെ ഇവിടെ സൈറ്റ് സീയിങ്ങിനൊക്കെ ആൾക്കാർ നിറയെ വരും. എനിക്ക് ക്യാമ്പിംഗ് സൈറ്റ്സിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഭയങ്കര എന്താ പറയുക, മറക്കാനേ പറ്റാത്ത രീതിയിലാട്ടോ ഓരോ ക്യാമ്പിംഗ് സൈറ്റ്സിലും ഉണ്ടാവുക. ഇവിടുത്തെ അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. ബിക്കോസ് നോർമലി ക്യാമ്പിംഗ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുണ്ടാവുമല്ലോ. ഇത് വേറൊരു രീതിക്കായിരുന്നു. കാരണം വരുന്ന വഴിക്ക് തന്നെ റേഞ്ച് ഓൾമോസ്റ്റ് കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ ലഗേജ് വെക്കാൻ പോയപ്പോൾ തന്നെ വൈഫൈ കണക്ഷൻ കിട്ടിയപ്പോൾ വീട്ടിലൊക്കെ മെസ്സേജ് അയച്ച് എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് റേഞ്ച് ഇല്ലയെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ അവിടെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഭയങ്കര കാറ്റാണ്, എന്താ പറയുക. എനിക്ക് ഇതിൽ കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുമല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും അവിടുത്തെ വൈബ് എന്താണ്. അപ്പോൾ അതാ ഭയങ്കര തണുപ്പ് വരൽ തുടങ്ങി. ചേട്ടൻ പതുക്കെ ക്യാമ്പ് ഫയറിനുള്ളതും ഗ്രില്ലിനുള്ളതൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടീസൊക്കെ ചെയ്യൽ തുടങ്ങി. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. ആ തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ ഇവരുടെ ആക്ഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം തോന്നുന്നു അന്ന് വീഡിയോ എടുത്ത് വെച്ചൊക്കെ എന്തോരം നന്നായിരുന്നു. കാരണം ഈ മൊമെൻറ്റ് ഇപ്പം കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരികയാണ്. എൻ്റെ ഈ ഡ്രസ്സിങ് കാണുമ്പോഴേ ഊഹിച്ചോളൂ, അത്യാവശ്യം നല്ല രീതിക്ക് തണുത്തുറച്ചിരിക്കുന്ന സമയത്താണ് ഞാനിതെടുത്തിട്ടത്. അപ്പോൾ ഒന്ന് ഊഹിക്കാമല്ലോ എന്തോരം ഉണ്ടാവുമെന്ന്. എൻ്റെ ഫ്രണ്ട്സൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകുന്ന വഴി പകുതി വെച്ചിട്ട് ആ ഉദ്യമം നിർത്തി. കുഴപ്പമില്ല, ഞാൻ മുകളിൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രില്ലിൻ്റെ നമ്മളെ ഡിന്നറിൻ്റെ പരിപാടി നോക്കുകയാണ് പതുക്കെ. കാറ്റ് കാണുന്ന പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. കുറച്ചൊന്ന് പടുവെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് പ്രോപ്പറായിട്ട് എന്ത് കിട്ടാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റേയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് റിവ്യൂസിലൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തി. മോർണിംഗ് വ്യൂ നമുക്ക് നോക്കാം. മഞ്ഞ് പെയ്യുന്നുണ്ടോ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എനിക്ക് എക്സൈറ്റ്മെൻറ്റോടാണെന്ന് അറിയില്ല, പെട്ടെന്നൊന്നും പുറത്ത് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ, ഓഹോ, ഇനിയൊന്നും പറഞ്ഞില്ല. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടത്, എന്താ പറയേണ്ടത്, ഈ ഒരു എക്സ്പീരിയൻസ് അത് നമ്മൾ അവിടെ പോയി നിന്നിട്ട് കിട്ടേണ്ടതൊന്നും തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കാണും.
ഓക്കെ, നമ്മൾ പാക്ക് ചെയ്തു. തിരിച്ച് മുകളിലേക്ക് കയറി ഒരു ചായ വെച്ചിട്ട് ഇവിടെ വട്ടവട ഫോറസ്റ്റ് ട്രക്കിംഗ് കൂടി മൈൻഡിലുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ അപ്പോൾ കുറച്ച് നേരം അവിടെ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം സെറ്റായി. നമുക്കൊരു പ്രശ്നം പറ്റി. പ്രശ്നമല്ല, നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അത് കാരണം മെയിൻ ആൾക്കാരൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, 1-2 ആൾക്കാരെ കണ്ടു. നമ്മളങ്ങനെ നേരെ വട്ടവട പിടിച്ചാൽ പോയത് കേട്ടോ. വട്ടവടയിൽ പോയി സ്ട്രോബെറി തോട്ടം പോയി, അതുപോലെ കുറച്ച് സ്ട്രോബെറീസൊക്കെ വാങ്ങി. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്താൽ ഉപകാരം. പിന്നെ ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരയ്ക്കും ബൈ.